അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളൊരു കിണറാണ്. റിയ ബേബി ചേരുന്നു നമുക്കൊപ്പം. റിയ, ഇതിപ്പോ കാട്ടാനയും കുഞ്ഞും കിണറ്റിൽ വീണു, പക്ഷെ കിണറാണെന്ന് തോന്നുന്നു. അതൊരു കുഴി മാതിരി ഉണ്ട്. കിണറാണോ അത്? ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ ആനയെ കയറ്റാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും അവിടെ തുടങ്ങുന്നുണ്ടോ? സേതു, ഈ ഉപയോഗശൂന്യമായി സാധാരണ രീതിയിൽ പറമ്പിലൊക്കെ നനയ്ക്കുന്നതിനും മറ്റും ആവശ്യങ്ങൾക്കായി കുഴിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കിണറാണ്. അവിടേക്കാണ് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നതെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ആനയും ഒപ്പം തന്നെ കുഞ്ഞുമുണ്ടായിരുന്നു. രണ്ടുപേരും ഈ വെള്ളത്തിനകത്തേക്ക്, കിണറിനകത്തേക്ക് വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാട്ടുകാരൊക്കെ വനം വകുപ്പിനെയും മറ്റും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴയിൽ മാമലക്കണ്ടം എളമ്പളാശ്ശേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിൽ അഞ്ചുകുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഈ കിണറ്റിലേക്കാണ് ആനയും കുഞ്ഞും വീണത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് ഈ ആനയും കുഞ്ഞും തിരിച്ച് പുറത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെള്ളമുള്ളതും ചെളി ഉള്ളതും കൊണ്ട് കയറുക എന്നുള്ളത് പ്രയാസമാണ്. മാത്രമല്ല ഈ ആനയുടെ കൂടെ ഒരു കുഞ്ഞുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുകളിലേക്ക് കയറുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ്. എന്തായാലും ഇത് പുലർച്ചെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെയും മറ്റും അവിടെ എത്തിയ ആളുകളാണ് ഇത് കണ്ടത്. അവർ വനംവകുപ്പിനെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ കുട്ടമ്പുഴ മേഖലയിലൊക്കെ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആനക്കുഞ്ഞ് ഈ ഇതുപോലെ ഉപയോഗശൂന്യമായ പൊട്ടക്കിണറ്റിലും അല്ലെങ്കിൽ കുഴിയിലും മറ്റുമൊക്കെ അകപ്പെടുകയും പിന്നീട് വലിയ രക്ഷാദൗത്യമായി വനംവകുപ്പൊക്കെ എത്തി നാട്ടുകാരുടെ കൂടിയൊക്കെ സഹായത്തോടു കൂടി ഫയർഫോഴ്സും ഒക്കെ എത്തി പുറത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. എന്തായാലും സമാനമായി തന്നെ ആളുകൾക്ക് കയറ്റുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിൻ്റെ മറ്റും സഹായം തേടിയിട്ടുള്ളത്. എന്തായാലും വേഗത്തിൽ തന്നെ രണ്ടുപേരെയും പുറത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് പുലർച്ചെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം വൈകുന്നേരം മറ്റും ആരും ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പറയുന്നത് പുലർച്ചെ ആയിരിക്കാം ഈ ആനയും കുഞ്ഞും കിണറ്റിലേക്ക് വീണത് എന്നതാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഈ മേഖലയിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആനയുണ്ട്, ഒപ്പം ഒരു കുഞ്ഞ് ആനയുമുണ്ട്. ഈ രണ്ടു പേരും ഏതാണ്ട് ആനക്കുട്ടിയുടെ ആ ലെവലിൽ തന്നെ വെള്ളവുമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കുഞ്ഞിനെ പുറത്തേക്ക് കയറ്റുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ടത്. പുലർച്ചെയാണ് ആന ഈ ഉപയോഗശൂന്യമായി കിണറ്റിൽ വീണതെങ്കിൽ ഇപ്പോൾ ഒരുപാട് സമയമായിരിക്കുന്നു. മണിക്കൂറുകളായി ഈ ആനയും കുഞ്ഞും ഈ ഉപയോഗശൂന്യമായി കിണറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അവരെത്തി ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? കാരണം ആ കുഞ്ഞിന്റെ അത്രത്തോളം വെള്ളമുണ്ട്. അത് മുങ്ങിത്താഴുന്ന പോലെയൊക്കെ തോന്നുന്നു ദൃശ്യങ്ങൾ കാണുമ്പോൾ. സേതു, ഇത് ആളുകൾ പറയുന്നത്, അതായത് രാത്രിയോ പുലർച്ചയോ നടന്നിട്ടുണ്ടാകാം എന്നതാണ് ആളുകൾ പറയുന്നത്. അത് കണ്ടത് രാവിലെ അവിടെ തോട്ടത്തിലേക്ക് എത്തിയ ആളുകളാണ് ഇത് കണ്ടത്. ഏതാണ്ട് 6 മണി 7 മണി സമയത്തോടു കൂടി ഈ പറമ്പിലേക്ക് എത്തിയ ആളുകളാണ് ഇത് കണ്ടത്. ആ സമയം തന്നെ അവർ വനംവകുപ്പിനെയും മറ്റും വിവരം അറിയിച്ചു. എന്തായാലും നമുക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അവിടെ ഈ മേഖലയിലൊക്കെ ആളുകൾക്ക് കുറച്ച് റേഞ്ചൊക്കെ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും നമുക്ക് ഉടൻ തന്നെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കയറ്റുന്ന ശ്രമങ്ങൾ ആരംഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അപ്ഡേഷൻ കൂടി നൽകാൻ കഴിയും. നിലവിൽ അവിടെയുള്ള ആളുകൾ ഏതാണ്ട് 6 മണി 7 മണി സമയത്ത്, ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ നല്ല വെളിച്ചം വന്ന സമയമാണ്. ആ സമയത്ത് അവിടെ എത്തിയപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും വനംവകുപ്പിന് ഈ ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ആളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരമൊരു വിവരം കിട്ടുമ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുട്ടമ്പുഴയിലെ ഒരു പതിവ്. ആ രീതിയിൽ തന്നെ ഇവിടെയും ഈ ആനയും കുഞ്ഞിനെയും വേഗത്തിൽ തന്നെ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ആ ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഏതാണ്ട് ആനക്കുഞ്ഞിൻ്റെ അത്രയും തന്നെ വെള്ളമുണ്ട്. ഈ അമ്മ പുറത്തേക്ക്, ഒപ്പമുള്ള ആന പുറത്തേക്ക് ആനക്കുഞ്ഞിനെ കയറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചെളി നിറഞ്ഞതും ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുമാണ് അതിനൊരു തടസ്സമായിരിക്കുന്നത്. അത്രയും ആഴമുള്ള കുഴിയല്ല എന്നതുകൊണ്ട് തന്നെ വേഗത്തിലെത്തി മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കൊടുത്താൽ വേഗത്തിൽ തന്നെ കയറ്റാനാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയും. ഈ മാമലക്കണ്ടത്താണ് കാട്ടാനയും കുഞ്ഞും കിണറ്റിൽ വീണിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരുപാട് വിവരങ്ങൾ ലഭ്യമല്ല എങ്കിൽ കൂടി വനംവകുപ്പിനെ പുലർച്ചെയോടെയാണ് ഇവർ വീണത് എന്നാണ് റിയ ബേബി പറഞ്ഞത്. ഒപ്പം തന്നെ